അതിഥി താരം. എഴുത്തുകാരൻ PV ഷാജി കുമാറാണ് ഇന്ന് അതിഥി താരം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി. കാസർഗോഡിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളിലൂടെ നമുക്ക് പരിചിതനായ ശ്രീ PV ഷാജികുമാറാണ് ഇന്ന് അതിഥി താരത്തിലെത്തിയിരിക്കുന്നത്. സ്വാഗതം. ആദ്യ നോവലായ മരണവംശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മരണവംശം എൻ്റെ 12ാമത്തെ പുസ്തകമാണ്. 7 കഥാസമാഹാരങ്ങൾക്കും 3 ഓർമ്മക്കുറിപ്പുകൾക്കും ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന കുട്ടികളുടെ പുസ്തകത്തിന് ശേഷം ഇറങ്ങിയ നോവൽ. മരണവംശം ആത്യന്തികമായിട്ട് ഇങ്ങനെ 3 തലമുറ നീളുന്ന പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയാൻ ശ്രമിക്കുന്ന ആഖ്യാനമാണ്. അതിൽ സ്നേഹമുണ്ട്, കാമമുണ്ട്, പകയുണ്ട്, പ്രതികാരമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്. മാതൃഭൂമി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജൂലൈയിൽ പുറത്തിറങ്ങിയ നോവൽ ഇപ്പോൾ 15 പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വായനക്കാർക്കാണെങ്കിൽ ഇതുവരെ പരിചിതമല്ലാത്തൊരു ഭൂപ്രദേശം, ഒരു പ്രത്യേക ടെറൈനൊക്കെ അവതരിപ്പിക്കുകയാണ് ഈ നോവലിൽ. അപ്പോൾ അങ്ങനത്തെ അവർക്ക് പരിചയമില്ലാത്തതും ചിലപ്പോൾ പരിചയമുള്ളതും പക്ഷെ ഇല്ലാത്ത ഒരു സ്ഥലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ സ്വീകരിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് റൈറ്റിങ്ങിൽ? പൊതുവേ ഞാൻ അങ്ങനെ ടെക്നിക്കുകൾ ഒന്നും ഉപയോഗിക്കാറില്ല. റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് അങ്ങനെ ചോദിച്ചാൽ പറയണമെങ്കിൽ അത് കണ്ടൻറ്റിൻ്റെ ഫ്രഷ്നെസ്സാണ്. പുതുമയുള്ള വിഷയങ്ങൾ വായനക്കാർ തേടിപ്പിടിച്ച് വായിക്കുക തന്നെ ചെയ്യും. അത് പക്ഷേ നോവലായാലും കഥയായാലും പുതുമയാർന്ന ഭാഷയിലൂടെ അത് അവതരിപ്പിച്ചാൽ വായനക്കാർ അത് തേടിപ്പിടിച്ച് വായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വായനക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളുടെ ഒരു പൊതു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷയാണ് ഏറ്റവും നിർണായകമായ ഘടകം. ജീവിതം, അതിൽ അനുഭവ ലോകമൊക്കെ ഇരിക്കെ തന്നെ ഭാഷയ്ക്കാണ്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഇപ്പോഴും മലയാളി വായനക്കാർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അത്രയും ഗംഭീരമായ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ആത്യന്തികമായിട്ട് ഞാൻ വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാഷ വായനക്കാരൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അനുഭവ ലോകം മുഖ്യമായി അവിടെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അനുഭവ ലോകത്തിന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മുളിപ്പുല്ല്, ആ നോവലിൽ പറയുന്ന മുളിപ്പുല്ല് ഇങ്ങനെ തൊട്ട് പോകുന്നത് പോലെ ഭാഷ അത്രമേൽ തീവ്രമാണോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഭാഷയുടെ പ്രത്യേകതയും എടുത്തു പറഞ്ഞു. ഇപ്പോൾ സിനിമകളിലൂടെ ഈ കാസർഗോഡ് ഭാഗത്തെ ഭാഷ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എഴുതി ഫലിപ്പിക്കുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകുമോ? അതിന് ഉപയോഗിച്ചിരുന്ന രീതി എന്താണ്? ഞാൻ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം തൊട്ട് കേൾക്കുന്ന ഒരു സംശയവും ആശങ്കയും വിമർശനവുമാണ് ഷാജിയുടെ കഥകളിൽ കാസർഗോഡൻ ഭാഷയും കാസർഗോഡൻ ഗ്രാമാന്തരീക്ഷവും കടന്നു വരുന്നത് ഇങ്ങോട്ടേക്കുള്ള തെക്കോട്ടുള്ള വായനക്കാരെ സംബന്ധിച്ചോളം കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാസർഗോഡൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ ആഖ്യാനിക്കുമ്പോൾ, എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും ആചാരങ്ങളും രീതികളും ശീലങ്ങളും ഒക്കെ നമുക്ക് ആവിഷ്കരിക്കാതെ തരമില്ല. അങ്ങനെ എനിക്കത് എഴുതാൻ പറ്റൂ. ഞാൻ മാത്രമല്ല, കാസർഗോഡൻ ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് വായിക്കുക എന്നുള്ളത് വായനക്കാരൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം വായന എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പണിയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ധ്യാനവും അതിൻ്റെ ആ കൃതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയും ഒക്കെ ഉണ്ട്. അപ്പോൾ കാസർഗോഡൻ ഭാഷയിൽ ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഭാഷ അതറിയാത്തൊരു വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമം കൂടിയുണ്ട്. വായനക്കാരത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ വായിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ മറ്റ് ദേശങ്ങളിലെ വാക്കുകളും സംസാര രീതികളും പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ എഴുതുന്ന ഭാഷയും ഒക്കെ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കട്ടെ. വായനയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. എല്ലാ എഴുത്തുകാർക്കും വായനയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഇപ്പം ചൈൽഡ്ഹുഡ് റീഡിങ് എങ്ങനെയായിരുന്നു? അത് ഭാവിയിലെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനപ്പുറത്ത് തെയ്യം കെട്ടുന്ന ഒരു കുടുംബമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് അവരെ കുട്ടികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ ഈ അമർചിത്രകഥയും മറ്റ് ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം ഒക്കെ കൊണ്ടുവരായിരുന്നു. അത് ഞാൻ സ്ഥിരമായി അവിടെ പോയി വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ വായനയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കീക്കാങ്കോട്ട് ഒരു ഗ്രാമീണ വായനശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്.
അപ്പോൾ അവിടെ റെഡ് സ്റ്റാർ കേങ്ങോട്ട് എന്ന് പറയുന്ന ക്ലബ്ബിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു തോറ്റ കളിക്കാരനായിരുന്നു. എനിക്ക് ക്രിക്കറ്റ് നേരാവണ്ണം കളിക്കാൻ അറിയില്ല. ഫുട്ബോളിൽ ഞാൻ അമ്പേ പരാജയമായിരുന്നു. കബഡി മാത്രമാണ് കുറച്ചെങ്കിലും കളിക്കാൻ അറിയാവുന്നത്. പക്ഷേ കബഡി അങ്ങനെ കളിക്കാറില്ല. അതുകൊണ്ട് ഈ മറ്റു കുട്ടികൾ എന്നെ കളിക്കാൻ കൂട്ടിയാൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വീപ്പാക്കുക എന്ന് വെച്ചാൽ പരിഹസിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വായനശാലയിലേക്ക് വെറുതെ പോവുകയും അവിടെ മുരളിയേട്ടൻ എന്ന് പറയുന്ന, മുരളിയേട്ടൻ ഇപ്പോഴില്ല, മരിച്ചുപോയി, ലൈബ്രറിയിലും വായനശാല സെക്രട്ടറി ആയിട്ടുള്ള മുരളിയേട്ടൻ ഓരോ പുസ്തകങ്ങൾ എടുത്തു തരും. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിച്ചാണ് എഴുത്തിനോടുള്ളൊരു താല്പര്യം വരുന്നത്. ആദ്യം ഞാൻ എല്ലാവരെയും പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. നാടോടിക്കഥകൾ, സോവിയറ്റ് യൂണിയൻ നാടോടിക്കഥകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആവേശിച്ചിട്ടുള്ള കൃതികൾ. അതോടൊപ്പം തന്നെ ഷെഹ്റാസാദിൻ്റെ 1001, അറേബ്യൻ രാവുകളുടെ കഥ, അലിബാബയും 41 കള്ളന്മാരും, അലാവുദ്ദീൻ അത്ഭുത വിളക്കം, അങ്ങനെ ഒരുപാട് കഥകൾ. അപ്പോൾ ഈ കഥകളൊക്കെ തന്ന ഒരു മായിക ലോകമുണ്ട്. അങ്ങനെ നമ്മൾ സ്വപ്ന ലോകത്തായിരിക്കും. ഈ സോവിയറ്റ് യൂണിയൻ നാടോടിക്കഥകളും വായിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം സ്വപ്ന ലോകത്തായിരിക്കും. നമ്മൾ അറിയാത്തൊരു ടെറൈൻ, അറിയാത്ത ജീവിതം, ഭയങ്കര വിഭ്രമാത്മകമായിട്ടുള്ള അനുഭവ ലോകം. അപ്പോൾ അത് തരുന്ന ഒരു കുട്ടിക്ക് നൽകിയ ഒരു ഫാൻറ്റസിയുടെ ഒരു തലമുണ്ട്. അതെൻ്റെ എഴുത്തിനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ള എഴുത്തിന് എൻ്റെ കഥയിൽ ഫാൻറ്റസിയും ഒക്കെ സ്വപ്നമൊക്കെ കടന്നു വരുന്നതിൽ ആ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കൃതികൾ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ടുള്ള, പ്രായം അനുസരിച്ചിട്ട് എല്ലാവരെയും പോലെ പതുക്കെ വളരെ ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് കടക്കുന്നു. MTയുടെ കൃതികൾ വായിക്കുന്നു. ഉറൂബിൻ്റെ, ബഷീറിൻ്റെ, താരാശങ്കർ ബാനർജിയുടെ, VS ഖാണ്ടേക്കറുടെ, മാർക്കേസിൻ്റെ. അപ്പം അങ്ങനെ ഒരു വായനശാലയിൽ നിന്നാണ് വായനയുടെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ സ്വാധീനിച്ച എഴുത്തുകാരുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള MT ആണ്. MT ആണ് എന്നെ എഴുത്തുകാരനാക്കിയെന്ന് ഞാൻ പറയും. കാരണം MT അനുകരിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായി എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. MT ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് MTയെ പോലെ ആവണമെന്ന് അതിന് ആരോടും മിണ്ടാതെ നടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതേപോലെ MT പത്തായപ്പുരയിൽ നിന്നാണെന്ന് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നെല്ല് ഇടുന്ന പത്തായുണ്ട്, അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ശ്രമം നടത്തുകയും വീട്ടിൽ നിന്ന് നന്നായി ചീത്ത വയ്ക്കുകയും ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ MTയുടെ കുറേ ശീലങ്ങൾ, മുണ്ടെടുത്ത് നടക്കാൻ, അന്ന് നീളം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ മുണ്ടെടുത്ത് നടന്നിട്ട് അവസാനം മുണ്ട് കഴിഞ്ഞ് വീഴുകയും മുണ്ട് സ്കൂൾ ബാഗിലിട്ടിട്ട് നടന്നു പോയ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് ഒരിക്കൽ കുറേ കഴിയുമ്പോഴാണ് MT എഴുതിയ കഥകൾ, MTയുടെ നാടിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ എന്ന് പറയുന്ന നാട്ടിലെ ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചവരുമായ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെ ഒക്കെ കഥയാണ് MTയുടെ കൃതികളിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ഘട്ടത്തിലാണ് എനിക്ക് MTയുടെ കൃതികളിൽ അങ്ങനെ ഒരു സ്ഥലം കടന്നു വരുന്നു, ജീവിച്ചിരിക്കുന്ന ഇടം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടായിട്ടുള്ള മടിക്കയെക്കുറിച്ച് എഴുതിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥ, അതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു, എൻ്റെ കഥ വേറൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് MT ആണ്. MT ഇപ്പോഴും നിരന്തരമായിട്ട് എൻ്റെ വായനയിൽ കടന്നു വരുന്നുണ്ട്. കാരണം MTക്ക് ഏത് കാലത്തും പ്രവേശിക്കാവുന്ന ഒരു വാതിലുണ്ട്. അത് ഏത് മാനസിക നിലയിലും പ്രവേശിക്കാവുന്ന ഒരു വഴി MT എപ്പോഴും വായനക്കാരന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ MT മാത്രമല്ല, പിന്നീട് പലരുടെയും ഞാൻ വായിച്ചു. സക്കറിയ, VP ശിവകുമാർ, പിന്നെ N പ്രഭാകരൻ, സാറ ജോസഫ്, ഉറൂബ്, ബഷീർ, കേശവദേവ്, തകഴി, പട്ടത്തുവിള കരുണാകരൻ, UP ജയരാജ്, അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാ എഴുത്തിലൂടെയും കടന്ന് ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു വായന എങ്ങനെയാണ്? സാധാരണ ചിലർക്ക് ചില റുട്ടീനൊക്കെ ഉണ്ടാവും. രാവിലെ ആരും എണീക്കാത്ത സമയത്ത് എണീറ്റിരുന്ന് വായിക്കുക, ചിലർ ഏത് സമയത്തും ട്രെയിനിലായാലും ബസ്സിലായാലും വായിക്കും. അങ്ങനെ എന്തെങ്കിലും റുട്ടീൻ ഉണ്ടോ? അങ്ങനെ ശീലങ്ങളൊന്നുമില്ല. ഒരു മൂഡ് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കണമെന്നോ രാത്രി കിടക്കും മുമ്പേ വായിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ വായനക്കൊരു മൂടുണ്ടല്ലോ. നമ്മൾ സിനിമ കാണാനൊരു മൂടുണ്ട്, കഥ എഴുതാനൊരു മൂഡ് വേണം. അപ്പോൾ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ വായിക്കാറ്. അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ ക്ലാസിക് കൃതികളാണ്. പഴയ കഥാസരിസാഗരം, പിന്നെ സോവിയറ്റ് യൂണിയൻ നാടോടിക്കഥകളുടെ മറ്റ് സംഭവങ്ങൾക്ക്, പിന്നെ രാമായണം, മഹാഭാരതം വീണ്ടും വായിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് ക്ലാസിക്കുകൾ വായിക്കാനുള്ള ഇഷ്ടം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുകഥ രചനയിൽ നിന്നും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന എഴുത്തിന്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? അല്ല, ചെറുകഥ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് ഞാൻ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. അത് എൻ്റെ 18+ എന്ന് പറഞ്ഞ കഥ മാധ്യമം വായിച്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് അത് വായിച്ചിട്ടാണ് KR മനോജ് എന്ന് പറയുന്ന സംവിധായകൻ സിനിമയാക്കാൻ വിളിക്കുന്നത്. അങ്ങനെയാണ് കന്യാക ടാക്കീസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. അത് കുറേ ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു പടമാണ്. പാപബോധത്തെക്കുറിച്ചും സെമിറ്റിക് മതത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്ന സിനിമയാണത്. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിരുന്നു മഹേഷ് നാരായണൻ. ആ സിനിമയിലുള്ള പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹേഷ് ടേക്ക് ഓഫ് എഴുതാൻ വിളിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് ഇപ്പോഴും, ഞാറ്റുവേല.
അതിൽ ഞാൻ ഓട്ടോറിനോ കാസ്ലോയുടെ അപ്പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. അതിൻ്റെ കാസർഗോഡൻ പരിഭാഷ ഇടുകയും അത് വായിച്ച് നമുക്കൊരു വേദിയിൽ അത് പാടുകയും അത് കുറേ കഴിഞ്ഞിട്ട് രഞ്ജിയേട്ടൻ കേൾക്കുകയും അങ്ങനെയാണ് രഞ്ജിയേട്ടൻ പുത്തമ്പണത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ സിനിമ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് പോയ ഒരു പേസല്ല, അതിങ്ങോട്ട് വന്നതാണ്. സിനിമയിൽ തിരക്കഥ എഴുതിയിട്ടാകുമ്പോൾ സാഹിത്യത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ സംഭാഷണങ്ങളിലെ സാഹിത്യം ഞാൻ കട്ട് ചെയ്തു. മനുഷ്യർ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ എൻ്റെ തിരക്കഥ എഴുതുന്നതിന് മുമ്പ് എൻ്റെ കഥകളിൽ കംപ്ലീറ്റ് നായകനായാലും നായികയായാലും മറ്റ് കഥാപാത്രങ്ങളെ സാഹിത്യം ഓവറായിട്ട് പറയും. അത് പക്ഷേ തിരക്കഥ രചനയിലേക്ക് കടന്നതോടുകൂടി പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അത് തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ടു ദ റീഡേഴ്സ്, വായനക്കാരൻ്റെ അടുത്തേക്ക് നേരിട്ട് പോവുക എന്നുള്ളത്. അത് കഥകളിലും അതിൽ കുറച്ചും കൂടെ സിമ്പിളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വിഷ്വൽ എന്ന് പറയുന്നത് കഥകളിലും നോവലുകളിലും ദൃശ്യപരത കുറച്ചും കൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ വിഷ്വലായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണാറ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അത് പക്ഷേ സിനിമക്ക് തിരക്കഥ എഴുതിയുകൊണ്ട് വിഷ്വൽ കടന്നു വന്നു എന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷെ മുമ്പേ കഥകളിലെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ടേക്ക് ഓഫ് പോലെ ഒരു സിനിമ എഴുതുമ്പം കുറച്ചുകൂടെ ഇന്റർനാഷണൽ മാനങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് എഴുതണം, അവിടെ എങ്ങനെയായിരിക്കും, തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കും, അവിടെ കൂടെ പോകുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും, ഇതൊക്കെ എഴുതണമായിരുന്നല്ലോ. അപ്പം അതിന് എന്തെങ്കിലും റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ഒരുപാട് പണിയെടുത്തിരുന്നു. ഒരുപാട് പണിയെടുത്തത് വെച്ചാൽ ഞങ്ങൾ മറ്റേ IS-ന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അന്ന് സംഭവിച്ചിട്ടുള്ള ഇഷ്യൂസ്, ബന്ധിയാക്കപ്പെട്ട നഴ്സുമാരെ പോയി കണ്ടിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ഒക്കെ ഞങ്ങൾ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് വന്ന പത്രവാർത്തകളൊക്കെ ഞങ്ങൾ തേടിപ്പിടിച്ച് നോക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലും വന്നിട്ടുള്ള എല്ലാ പത്രവാർത്തകളും മറ്റ് ചാനൽ വാർത്തകളും ഒക്കെ നോക്കുകയും അതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടന്റ് എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും ഇതിൻ്റെ റൂട്ട്, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ NIA ഓഫീസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പുത്തൻ പണം സിനിമയിലേക്ക് വന്നപ്പം അതൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ടേക്ക് ഓഫ് പോലെ ഒരു ഇഷ്യൂ ഇതിനകത്തും ഉണ്ട്. ഇപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതിലും ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ എഴുതുമ്പോൾ എന്തെങ്കിലും റിസർച്ച് ഇൻവോൾവ് ആണോ അതിനകത്ത്? അതുപോലെ ഇഷ്യൂ വെച്ച് തന്നെ എനിക്ക് ഒരു തിരക്കഥ എഴുതണം എന്നുള്ള എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധ ബുദ്ധികളില്ല. പ്യൂർ ആർട്ടിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എഴുതണം, അത് സമൂഹത്തെ നവീകരിക്കും എന്നുള്ള അങ്ങനെയുള്ള ഒരു തോട്ട് എനിക്കില്ല. എനിക്ക് വർക്കാവുന്ന സബ്ജക്റ്റാണ് ഞാൻ മിക്കവാറും ചെയ്യാറ്. അത് ചിലപ്പോൾ ഓഡിയൻസിന് വർക്കാവണമെന്നില്ല. നമ്മൾക്ക് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ കണ്ട സിനിമകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കഥകൾ, അത് വിഷ്വലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ടേക്ക് ഓഫ് സംഭവിക്കുന്നത് മഹേഷുമായിട്ട് ഇരുന്നിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാവുന്നു, പുത്തമ്പണം വേറെ രഞ്ജിയേട്ടനുമായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നു, ടീച്ചറും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് സോഷ്യലി കമ്മിറ്റഡ് ആയത് യാദൃശ്ചികമാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ സോഷ്യലി കമ്മിറ്റഡ് അല്ല. ഇപ്പം ഞാൻ ഒരു കോഴി സാക്ഷിയായിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട്. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോഴി സാക്ഷിയാവുന്നൊരു സിനിമ. നടന്ന സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് ഒരു ഇരട്ട കൊലപാതകം ഉണ്ടായി. അപ്പോൾ ആ ഇരട്ട കൊലപാതകത്തിന് സാക്ഷികളെ ആരെയും കിട്ടാത്തതുകൊണ്ട് അവിടുത്തെ പോലീസ് SI ആ കൊലപാതകത്തിൻ്റെ അടുത്ത് ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. മന്ത്രവാദി കൊണ്ടുവന്ന പൂവൻകോഴിയാണ്, ചൂടിക്കയറുകൊണ്ട് കെട്ടിയിട്ട ഒരു പൂവൻകോഴി. ആ പൂവൻകോഴിയെ സാക്ഷിയാക്കി. വളരെ കോമഡി ആയിട്ടുള്ള വളരെ ഫണ്ണായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ നമുക്കൊരു വർക്കാവുന്ന സബ്ജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് വന്നതും പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരുപാട് മലയാള നോവലുകൾക്ക് ട്രാൻസ്ലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. മറ്റ് സാഹിത്യ മത്സരങ്ങൾക്ക് മത്സരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ അതിനുണ്ടാകുന്നുണ്ട്. മരണവംശത്തിനൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ ഈ ഭാഷയെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുക എന്നാണ് തോന്നുന്നത്? അതെ, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതായത് മലയാള നോവലുകൾ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, അതായത് ലോക്കൽ ലാംഗ്വേജാണ്. ഇപ്പോൾ ഹരീഷേട്ടൻ്റെ മീശയായാലും അല്ലെങ്കിൽ മറ്റ് പല നോവലുകളായാലും ലോക്കൽ ലൈഫ് പറയുന്ന നോവലുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഇംഗ്ലീഷുകാരായ വായനക്കാരെ സംബന്ധിച്ചുള്ളത് ഭയങ്കര ഒറിജിനൽ കണ്ടന്റ്, ഫ്രഷ് കണ്ടന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള നറേറ്റീവ്, വ്യത്യസ്തമായിട്ടുള്ള ഭൂമിക, വ്യത്യസ്തമായിട്ടുള്ള അനുഭവ ലോകം. അപ്പോൾ അത് വായനക്കാരെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മരണവംശത്തിന് ട്രാൻസ്ലേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇംഗ്ലീഷിലേക്ക്. പക്ഷെ അത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ഭാഷ എങ്ങനെ നിങ്ങളത് ഇംഗ്ലീഷിൽ ആ നോവൽ വായിക്കുന്നവന് ടച്ചിങ് ആയിട്ട് അനുഭവിപ്പിക്കുക എന്നുള്ള ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ട്. മരണവംശം നോക്കാം എങ്ങനെ സംഭവിക്കുമെന്ന്. അതിന്റെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു കുറച്ചുകൂടെ ഒരു വൈഡർ
റീഡേഴ്സിന്റെ ഇടയിലേക്ക് ഈ ട്രാൻസ്ലേഷൻസ് കൊണ്ടുപോകും. അപ്പൊ അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇപ്പോൾ Audio ഓഡിയോ ബുക്സിന്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇപ്പൊ മറ്റു രാജ്യങ്ങളുള്ളവർക്കും അവൈലബിൾ ആകും. അപ്പോൾ പല ദേശങ്ങൾ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യമാണ് ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റുകൾ വരുന്നത്. തുടക്കകാലത്ത് 1-2 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്, ഇന്ത്യ ഒട്ടുക്കും ഉണ്ട്. അതിൽ പങ്കെടുത്ത അനുഭവങ്ങളും സ്വന്തം കൃതിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ? അതായത് മരണവംശത്തിന്റെ ഒരു കേസിൽ നിന്നുകൊണ്ട് തന്നെ പറയാം. ഇപ്പോൾ മരണവംശം കഴിഞ്ഞ വർഷം ഈ ബ്ലൈൻഡേഴ്സിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ചേച്ചിയുണ്ട്, ചേച്ചി കഴിഞ്ഞ വർഷം വായിച്ച മികച്ച പുസ്തകങ്ങളിൽ 3 പുസ്തകങ്ങളൊന്നായിട്ട് മരണവംശത്തെയാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോൾ അവർ ഓഡിയോ ആയിട്ടാണ് ഇത് കേട്ടത്. അങ്ങനെ ഇപ്പോൾ വായിക്കാതെ തന്നെ കേൾക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. പുസ്തകം നോക്കി വായിക്കുന്നല്ല, പല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. കേരളം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അരങ്ങായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അത് വളരെ നല്ലതെന്നാണ്. കാരണം നമ്മൾ ഒരു ആൾക്കൂട്ടം സംസ്കാരവും രാഷ്ട്രീയവും സിനിമയും ഒരേ സമയം ചർച്ച ചെയ്യുന്ന ഒരു സ്പേസിൽ വന്നിരിക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരെയും സിനിമാക്കാരെയും കലാകാരന്മാരെയും കാണാൻ കഴിയുന്നു, അവരോട് സംവദിക്കാൻ പറ്റുന്നു, അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നു, അവരുടെ പുസ്തകങ്ങളിലും സിനിമയും കുറിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന മുമ്പ് അത്തരത്തിലൊരു അവസരം ലഭ്യമായിരുന്നില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ കലയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയും കൂടുതൽ സർഗാത്മകമാക്കുകയും ചെയ്യുന്നുണ്ട് തന്നെയാണ്. ഞാനിപ്പോൾ പല ഫെസ്റ്റിവലിലും പോയ സമയത്ത് DC-ൻ്റെ ആയാലും മാതൃഭൂമിൻ്റെ ആയാലും മനോരമയുടെ ആയാലും എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന സമയത്ത് നമ്മളെ തേടി വരുന്ന വായനക്കാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. നോവൽ വായിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ, അവർ അനുഭവിച്ചിട്ടുള്ള വായനാ അനുഭവം പറയാൻ വേണ്ടിയിട്ട് അവരെത്തുമ്പോൾ നമുക്ക് കൂടുതൽ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് എഴുതാനുള്ള ഒരു ഊർജ്ജം ഫെസ്റ്റിവലുകൾ നൽകുന്നു. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വായിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ കാണാൻ, കൂടുതൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയോടുകൂടി വീക്ഷിക്കാൻ പലതരത്തിലുള്ള പല രീതിയിലുള്ള പ്രേരണകൾ ഫെസ്റ്റിവലുകൾ നൽകുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നു, പള്ളിയിൽ ഉത്സവം നടക്കുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ട്, സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനമുണ്ട്. അത് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒരു സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയും കൂടുതൽ മതേതരത്വത്തിന്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാസർഗോഡ് എന്നുള്ള ഭൂപ്രദേശത്തെ ചെറുകഥയിലും സിനിമയിലും നോവലും ഒക്കെ അടയാളപ്പെടുത്തിയ ആളാണ്. പക്ഷെ അത് വളരെ വൈകിയാണ് അടയാളപ്പെടുത്തിയത് എന്നൊരു തോന്നലുണ്ടോ? കുറെ കാലമായിട്ട് കാസർഗോഡിലെ എഴുത്തുകാർ കഥകളിലെ നോവലുകളൊക്കെ കാസർഗോഡൻ ഭൂമി അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ആഴത്തിൽ അടയാളപ്പെടുത്തിയ എഴുത്തുകാരുമുണ്ട്. അത് പക്ഷേ വായനാ സമൂഹം എത്ര കണ്ട് സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത് കുറേ കാലമായിട്ട് കാസർഗോഡിൽ അവഗണിക്കപ്പെട്ടൊരു ജില്ലയായിരുന്നു. ഇപ്പോൾ പതിയെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ വന്നതോടുകൂടി ഒരു ആർട്ടിസ്റ്റിന് തൻ്റെ ആർട്ട് പുറത്ത് കാണിക്കാനുള്ള സ്പേസ് വന്നു. അതോടുകൂടിയാണ് സിനിമയുടെ സ്വഭാവമൊക്കെ മാറുന്നത്. കാരണം ഇപ്പോൾ എന്താ പറയുക, വെബ് സീരീസുകളൊക്കെ വന്നു, നമുക്ക് ലോകത്തിലെ പല സിനിമകളും കാണാനുള്ള അവസരം വന്നു. അപ്പോൾ നല്ല സിനിമ ഏത്, ചീത്ത സിനിമ ഏത് എന്ന് തിയേറ്ററുകൾ കാണുന്ന മലയാളം പടം കാണാതെ തന്നെ കാണേണ്ട ഒരു പരിമിതിക്കപ്പുറത്ത് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ കാഴ്ചാശീലവും സിനിമയുടെ കണ്ടന്റും മാറുന്നു. കാസർഗോഡ് നിന്നൊക്കെയുള്ള വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ വരുന്നത് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. അത് വൈകിപ്പോയെന്ന് വെച്ചാൽ സിനിമയുടെ കാര്യത്തിൽ വൈകിപ്പോയിട്ടുണ്ട്. സാഹിത്യത്തിൽ എല്ലായ്പ്പോഴും വടക്കൻ എഴുത്ത് വന്നിട്ടുണ്ട്, പല കഥകളായിട്ടും നോവലുകളായിട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ കാര്യത്തിൽ കുറച്ച് വൈകിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ വടക്കേ മലബാറിൽ നിന്ന് സിനിമകളും നടന്മാരും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഭാഷ കുറച്ചുകൂടി ജനകീയമാകും എന്നുള്ള വിശ്വാസം. ഭാഷ ഇപ്പോഴും ഞങ്ങൾക്ക് ജനകീയമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡൻ ഭാഷ വളരെ ജനകീയമായ ഭാഷയാണ്. ഇനിയും കൂടുതൽ അനുഭവങ്ങൾ ചോദിച്ചറിയാനുണ്ട്, കൂടുതൽ കഥകളും പാട്ടുകളും കേൾക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി നമ്മളെ അതിനനുവദിക്കുന്നില്ല. ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കളോട് സംസാരിച്ചതിന് നന്ദി. ആകാശവാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാധ്യമ സ്ഥാപനമാണ്. എൻ്റെ ആദ്യത്തെ കഥകളിലൊന്ന് ഞാൻ വായിച്ചു തുടങ്ങുന്നത് ആകാശവാണിയിൽ നിന്നാണ്. കണ്ണൂർ ആകാശവാണിയിൽ തവള എന്ന കഥ ഞാൻ പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്ന സമയത്ത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പല കാലങ്ങളിൽ പല നേരങ്ങളിലും കഥ അവതരിപ്പിക്കാനും ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടും കഥാനിരൂപണത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആകാശവാണിയുടെ അതിഥി താരം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും തേജസ്വിനിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിലും വേറെ സന്തോഷമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. എഴുത്തുകാരൻ PV ഷാജി കുമാർ പങ്കെടുത്ത അതിഥി താരം പരിപാടിയാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തോടൊപ്പം തേജസ്വിനി.
അതിഥി താരം